ഞാനൊരു സിനിമ പണ്ട് എഴുതാൻ പോയപ്പോൾ സായികുമാർ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് മധു. അതായത് ഞാൻ അതിനകത്ത് എഴുതി വെച്ചിരുന്നു, ഈ വലിച്ച സിഗരറ്റ് തറയിലിട്ട് ഇയാളൊരു ചവിട്ടി വിട്ടുന്നു, സാധാരണ സിനിമയിലെ കാണിക്കുമല്ലോ. അപ്പൊ പുള്ളി ചോദിച്ചു, ഈ സിനിമയിലെ വില്ലൻ 24 മണിക്കൂറും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ, അല്ല സത്യമാണ്, അങ്ങനെയായിരുന്നു കരുതിയിരുന്നത് എന്നുള്ളത് വല്ലാത്ത സങ്കടമുണ്ട്. പക്ഷെ അന്നും ഒരു വലിയ കാര്യത്തിൽ ഒരു ബോധമുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെ കാണിക്കാവൂ, ഇത് സിനിമയാണ്, ഇത്രയൊക്കെ കാണിക്കാവൂ എന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന് അതില്ലാതെ പോയിട്ടുണ്ട് എന്നുള്ളത്. ഇന്നിപ്പോ ഹീറോമാരത് ചെയ്യുമ്പോ കുട്ടികളുടെ മനസ്സിൽ ഒരു തെറ്റായ ധാരണ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ മാർക്കോ സിനിമ കുട്ടികളെ കൊണ്ടാണ് വരും, നായകൻ വരും എന്ന നിലയ്ക്ക് ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കുന്നത്. അപ്പൊ അത് കൊടുക്കുന്ന ഒരു മെസ്സേജ് വളരെ വേറെ. ഞാൻ 1-2 സ്കൂളുകളുടെ വാർഷികത്തിന് പോയപ്പോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണെന്ന് ചോദിച്ചു. അവർ പറഞ്ഞത് മാർക്കോയാണ്, രണ്ടാമത്തത് ആവേശമാണ്. അപ്പോ കുട്ടികളുടെ മനസ്സിൽ പോലും അത് ഇടം പിടിക്കുകയാണ്. ഞാൻ ആ സിനിമ കണ്ടപ്പോ എനിക്ക് എന്താണെന്ന് വളരെ കാണാൻ പറ്റാത്തൊരു സിനിമ, പക്ഷെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയും. അപ്പൊ എങ്ങനെയാണ് ജനറേഷൻ ഗ്യാപ്പ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവാത്ത സ്ഥിതിയാണ്. അപ്പൊ അതുകൊണ്ട് സിനിമകളും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇന്നത്തെ തലമുറ കൂടുതൽ മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആണ്. അവരിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, സീൻ ബൈ സീൻ അവരിങ്ങനെ റീലുകളായും മറ്റ് സംഗതികളായും കണ്ടുകൊണ്ടിരിക്കുകയാണ്.